2026 എന്തുകൊണ്ട് ബിസിനസ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കണം? എന്തിന് അത് മാസ്റ്റേർഡിൽ പഠിക്കണം? ലോകത്ത് ഏറ്റവും കൂടുതൽ ജോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മേഖലകളിൽ ഒന്നാണ് ഹെൽത്ത് കെയർ. കേരളത്തിന്റെ സിനാരിയോ മാത്രം നോക്കിയാൽ കേരളത്തിലെ ആകെ ജോബിന്റെ 20% ഹെൽത്ത് കെയറിലേക്കാണ് വരുന്നത്. ലോകത്ത് എവിടെയും കാണാത്ത രീതിയിൽ അസാധാരണമായ മാറ്റമാണ് ഹെൽത്ത് കെയറിൽ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 20 വർഷത്തിന് ശേഷം കേരളം നോക്കിക്കഴിഞ്ഞാൽ ജപ്പാനോട് കോമ്പീറ്റ് ചെയ്യാൻ പാകത്തിലേക്കും കേരളത്തിന്റെ ഹെൽത്ത് കെയർ ലെവൽ ഡെവലപ്മെന്റ് ആയിട്ടുണ്ടാവാം. നിങ്ങൾ സിമ്പിൾ ആയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കേരളത്തിൽ എത്ര ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു, ഇന്ന് എത്ര ഹോസ്പിറ്റൽസും ഹെൽത്ത് കെയർ ക്ലിനിക്സും ഉണ്ട്. ആ ഒരു വ്യത്യാസം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ജോബുകൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നത്. ഈ ഹെൽത്ത് കെയർ മേഖല ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ കിട്ടാത്തതാണ്. 100 കണക്കിന് ഇന്റർവ്യൂസ് നടത്തി കഴിഞ്ഞാലും സ്കിൽഡ് സ്റ്റാഫിനെ കിട്ടാത്തത് ശരിക്കും വലിയ രീതിയിൽ രോഗികളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സിനാരിയോയിലാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു ഹോസ്പിറ്റലിനകത്ത് ഒരുപാട് നോൺ മെഡിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. HR, ഓപ്പറേഷൻസ്, മെഡിക്കൽ റെക്കോർഡ്സ്, ഫിനാൻസ്, PRO തുടങ്ങി 100 കണക്കിന് ഓപ്പർച്യൂണിറ്റീസ് ആണ് കേരളത്തിന്റെ പല മേഖലകളിലും ജനറേറ്റ് ആയിട്ടുള്ളത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം കൂടെയാണ് ഹോസ്പിറ്റൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും വലിയൊരു സംവിധാനം ഏത് കാലത്തും നിലനിൽക്കും. നമുക്കറിയാം, കോവിഡിന്റെ സമയത്തും അതുപോലെ തന്നെ ഏത് ക്രൈസിസിന്റെ സമയത്തും ഹോസ്പിറ്റൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് തന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്ക് കൂടുതൽ ഡിമാൻഡ്സ് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് ബിസിനസ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാസ്റ്റേർഡ് സ്കിൽ അക്കാഡമിയിൽ പഠിക്കണം എന്ന് പറയുന്നത്? 2022 കേരളത്തിൽ ആദ്യമായിട്ട് ബിസിനസ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് മാത്രമല്ല, കേരളത്തിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ കോഴ്സ് നടത്തി വരുന്നുണ്ട്. ഏകദേശം 12,000-ലധികം കുട്ടികളെ ഞാനും എൻ്റെ ടീമും ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഹോസ്പിറ്റൽ ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഇവിടെ പഠിപ്പിക്കുന്നതിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. 30 വർഷത്തിലധികം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ മാത്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സുബ്രഹ്മണ്യൻ സാറ്, 15 വർഷത്തോളം കോർപ്പറേറ്റിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കമറുന്നീസ മാമൊക്കെയാണ് നമ്മുടെ ടീമിനെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നത്. നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മാസ്റ്റേർഡ് മുന്നോട്ട് വെക്കുന്നത് ജോലി നിങ്ങൾക്ക് തരുമെന്ന എഗ്രിമെന്റ് സൈൻ ചെയ്ത പത്രമാണ്. മാത്രമല്ല 100% സ്കിൽ ബേസ്ഡ് ട്രെയിനിങ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരിക്കലും തിയറി പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, കുട്ടികൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാറില്ല. എന്താണോ റിയൽ വേൾഡിൽ ഹോസ്പിറ്റൽസിൽ നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് ട്രെയിനിങ് തരികയും ഓരോ സിനാരിയോസ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കോഴ്സസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 50% വരെ നിങ്ങൾക്ക് ഫീസിൽ സ്കോളർഷിപ്പ് മാസ്റ്റേർഡ് നൽകുന്നുണ്ട്. അതായത് വളരെ അഫോർഡബിൾ ആയിട്ട് വളരെ ക്വാളിറ്റിയോട് കൂടി വളരെ കാലം ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കീഴിൽ നിന്ന് ജോബ് ഉറപ്പിച്ച് പഠിക്കാം. ഈ ഒരു ഓപ്ഷന് നിങ്ങൾക്ക് ഏറ്റവും വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലും റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ്. ഈ ഒരു കോഴ്സ് പഠിക്കാൻ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ 50% വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ഈ കോഴ്സിന്റെ കൂടെ AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള IT ട്രെയിനിങ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്, ഇന്റർവ്യൂ ആൻഡ് ജോബ് അഡ്രസ് ട്രെയിനിങ്, ലിങ്ക്ഡിൻ ട്രെയിനിങ് തുടങ്ങിയവ ഞങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ ഇനി എന്താണ് നിങ്ങൾക്ക് ആലോചിക്കാനുള്ളത്? ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ നേരെ വന്ന് അഡ്മിഷൻ എടുത്തോ. വളരെ കുറഞ്ഞ സീറ്റ്സ് മാത്രമാണ് നമ്മൾ ഓരോ ബാച്ചിലും ഉറപ്പുവരുത്തുന്നത്.